ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് തിരുഹൃദയ ദാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലായ ബഹുമാനപ്പെട്ട കുര്യൻ തട്ടാറുകുന്നേലച്ഛനാണ്. അച്ഛനെ ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് മുൻ വികാരിമാരുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസ് തർപ്പതൊട്ടിയലച്ഛനാണ്. അച്ഛനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ സമർപ്പിതരുടെ പ്രതിനിധിയായി നവവൈദികന് ആശംസകൾ അർപ്പിക്കുന്നത് ബ്രദർ ചാക്കോ അയത്തിലാണ്. ഏകദേശ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ ആശംസകൾ അർപ്പിക്കുന്നത് കെന്നത്ത് കുരുവി കാട്ടുകുന്നതിലാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വൈദികരെയും സമർപ്പിതരെയും ഇടവക ജനത്തെയും നാട്ടുകാരെയും ബന്ധുമിത്രങ്ങളെയും ഒറ്റ വാക്കിൽ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിന് ബഹുമാനപ്പെട്ട കുര്യൻ തട്ടാറുകുന്നേലച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നവവൈദികനായ ജോണച്ച, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഒത്തിരിയേറെ പ്രസംഗിക്കാനായിട്ട് മനസ്സ് പറയുന്ന നിമിഷങ്ങളാണിത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നത് വളരെ ക്രൂരമായിരിക്കുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് വളരെ ചുരുക്കിയ വാക്കുകളിൽ ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. ആദ്യമേ തന്നെ ഈ ഇടവകയിലെ ഏറ്റവും ആദ്യത്തെ വൈദികനായിട്ട് ഇപ്പോൾ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന മുതുകാട് ജോണച്ചന് നിങ്ങളെല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ ഇടവകയിൽ നിന്ന് ആദ്യത്തെ പുരോഹിതനാവാനായി നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം തിരഞ്ഞെടുത്ത ജോണച്ചനെ ഞങ്ങളുടെ തിരുഹൃദയ ദാസ സമൂഹത്തിലേക്ക് തന്നു എന്നുള്ളതിൽ അച്ഛൻ്റെയും മാതാപിതാക്കളെയും ഈ ഇടവകാംഗങ്ങളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാനും നിങ്ങൾക്ക് നന്ദി പറയാനും തിരുഹൃദയ ദാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ എന്ന നിലയിൽ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ ഇടവകയിൽ നിന്ന് കുറേയേറെ ദൈവവിളികൾ ഇപ്പോൾ ഞങ്ങളുടെ സഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇടവകയോട് ഞങ്ങൾക്ക് ഒത്തിരിയേറെ കടപ്പാടും നന്ദിയുമുണ്ട്. ഇപ്പോൾ സെമിനാരിയിൽ ഉള്ള വൈദിക വിദ്യാർത്ഥികളെല്ലാം നല്ല പുരോഹിതർ, ഇതുപോലെ ജോണച്ചനെ പോലെ പുരോഹിതരായി തീരാനായിട്ട് നിങ്ങളുടെ തീക്ഷ്ണമായ പ്രാർത്ഥനകൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഇനിയും ധാരാളം ദൈവവിളികൾ ഈ ഇടവകയിൽ നിന്നുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, എവിടെ അതിരൂപതയിലേക്കും മറ്റ് സന്യാസങ്ങളിലേക്കുമൊക്കെ ധാരാളം ദൈവവിളികൾ ഈ ഇടവകയിൽ നിന്നുണ്ടാവട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. നിങ്ങൾ ഈ വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ജോണച്ചിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ നന്മകളും ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് മുൻ വികാരിമാരുടെ പ്രതിനിധിയായി ഫാദർ ജോസ് തർപ്പതൊട്ടിയലച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട മുതുകാട്ടിലെ ജോണച്ച നവവൈദികൻ, ബഹുമാനപ്പെട്ട കുര്യനച്ച, ചാക്കോ ബ്രദർ, വിയാരീശൻ, ഇടവക പ്രതിനിധി, പ്രിയ വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞാനിവിടെ 92 മുതൽ ഏതാണ്ട് 94-5 കാലഘട്ടം വരെ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് കുഞ്ഞു യോണിന് ഏതാണ്ടൊരു 5-6 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ കുഞ്ഞു യോണ് വലുതായി, പിന്നെ കുഞ്ഞ് അച്ഛനായി, ജോണച്ചനായി. അച്ഛൻ്റെ സന്തോഷത്തിൽ അച്ഛൻ്റെ മാതാപിതാക്കന്മാരുടെ കുടുംബങ്ങളുടെയും
ഇടവചനങ്ങളുടെയും സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചുപിതാവ് പറഞ്ഞതുപോലെ ഈ വൈദിക തീർത്ഥാടനത്തിൽ അതിനെന്നാളും ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം, ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണം. അത് മറക്കാൻ പാടില്ല. ഓരോ ദിവസവും കുർബാന അർപ്പിക്കുമ്പോൾ ഇപ്പോൾ തിരക്കുള്ള കാലഘട്ടമാണല്ലോ. അപ്പോൾ ജോണച്ചൻ മറക്കരുത്, ഓരോ കുർബാനയും പുത്തൻ കുർബാനയായിരിക്കണം, ഓരോ കുർബാനയും അവസാനത്തെ ബലിയുമായിരിക്കണം. ഇവിടെ ശുശ്രൂഷ ചെയ്ത വൈദികരെല്ലാം സന്തോഷിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ശുശ്രൂഷകൾക്കെല്ലാം തന്നെ ഫലമുണ്ടായി. ഇനിയും ഏറെ ഈ ഇടവക വൈദികരാൽ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷ ചെയ്ത വൈദികരുടെ നാമത്തിൽ, കോട്ടയം രൂപതയുടെ തന്നെ നാമത്തിൽ, മലബാർ മേഖലയുടെ നാമത്തിൽ ബഹുമാനപ്പെട്ട മുതുകാട്ടിലെ ജോണച്ചനും ജോണച്ചൻ്റെ ജോസഫിനും അതുപോലെ തന്നെ ചേച്ചിക്കും, ചേട്ടനും ചേച്ചിക്കും ഒക്കെ കുടുംബാംഗങ്ങൾക്കെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഏവർക്കും പിന്നെ ക്രിസ്തുമസിൻ്റെ ആശംസകൾ നേരുന്നതോടൊപ്പം പുതിയ വർഷത്തിൻ്റെ നാളുകൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you.
ആശംസകൾ നേർന്ന് സംസാരിക്കുന്നത് ഇടവകയുടെ സ്വാസ്ഥ്യങ്ങളുടെ പ്രതിനിധിയായ ബ്രദർ ചാക്കോ ആയത്തിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നവവൈദികൻ, സ്നേഹം നിറഞ്ഞ ജോണച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ഇറ്റാലിയിൽ നിന്ന് വന്നിരിക്കുന്ന കാരിസിമോ അമേച്ചി, സത്രദോത്തി, മറ്റും സഹോദര സഹോദരിമാരെ, എല്ലാവർക്കും ഈ സമയത്ത് എൻ്റെ സ്നേഹം നിറഞ്ഞ മംഗളങ്ങൾ അച്ഛനെ സമർപ്പിച്ചുകൊള്ളുന്നു. ഈ ഇടവകയിൽ പുതിയൊരു വൈദികൻ ഉണ്ടായത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഞാൻ കൂടുതലായി സന്തോഷിക്കുന്ന ഒരു ആളാണ്. കാരണം ഈ ഇടവക ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അച്ഛനിരിക്കുന്ന പൂഴിക്കോവിലിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദൈവവിളി കിട്ടി. ഞാൻ പോയി. അത് കഴിഞ്ഞ് 1967 ഞാൻ നവസന്യാസം ചേരുമ്പോൾ കേരള പോകുന്ന മുമ്പ് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ ഇടവക പള്ളിയില്ല, രാജഗിരിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പലരുടെ പ്രാർത്ഥനയും വഴിയായിട്ട് നമ്മുടെ പുന്നശ്ശേരി പിതാവിൻ്റെ പരിശ്രമം കൊണ്ട് ഇവിടെ ഒരു ഇടവക ഉണ്ടായി. ഈ സ്ഥലം ഞാൻ ഇന്ന് അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അൾത്താറയിൽ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു. ഈ സ്ഥലം അന്ന് കാട്ടാനകൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. കാട്ടാന അവിടുന്ന് വനത്തിൽ താഴ്ന്ന് വെള്ളം കുടിച്ചിട്ട് ഇവിടെ നല്ല നിരപ്പുള്ള സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് കാട്ടാനകളെല്ലാം കളിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരിട്ട് കണ്ടതാണ്. ആ കാട്ടാനകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇന്ന് 10-ാം പീസോടെ ഇരിക്കുന്നത്. ഇന്ന് അൾത്താരയിൽ അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്തു. ദൈവത്തിന് നന്ദി പറഞ്ഞു. കാട്ടാനകൾ കളിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളിയിലെ ഒരു ആദ്യമായിട്ട് ഒരു വൈദികനും ഇവിടെ കുർബാന ചൊല്ലുവാൻ സാധിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. വിശുദ്ധ 10-ാം പീസ് ഇറ്റാലിയിൽ, വട ഇറ്റാലിയിൽ പിറന്ന് മെത്രാനായി, പോപ്പായി, പുണ്യാളനായി, കാനമയിലിൽ ഇവിടെ മധ്യസ്ഥനായിട്ടിരിക്കുന്നു. 40 വർഷം കാത്തിരിക്കുന്നു ഈ അച്ഛന് വേണ്ടി. കാരണം ഇസ്രായേൽ ജനങ്ങൾ കാനാദേശത്തിൽ കൂടെ പോയി 40 വർഷം പോയതുപോലെ ഈ നമ്മുടെ ഇടവകക്കാർ 40 വർഷം കാത്തിരുന്നു ഒരു വൈദികന് വേണ്ടി. വൈദികൻ ഇന്ന് കിട്ടിയിരിക്കുന്നു. നാം എല്ലാം സന്തോഷിക്കണം. കാരണം നമുക്കൊരു വൈദികന് കിട്ടിയിരിക്കുന്നു. ഞാൻ ഈ ഇടവകയിലെ ആദ്യത്തെ സന്യാസിയാണ്. എനിക്ക് ശേഷം ഞാൻ ഇവിടെ നിന്ന് മുക്കാലിൽ നിന്ന് തോമസ് കുര്യന്റെ ഒരു കുട്ടിയെ എൻ്റെ സഭയ്ക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി ബ്രദറായ ആന്ധ്രായ മിഷണറിയായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം ഇവിടെ 6 സിസ്റ്റേഴ്സ് ഉണ്ടായി. ഞങ്ങൾ 2 പേര് ബ്രദേഴ്സ്. ഇപ്പൊ 3ാമതായിട്ട് അച്ഛൻ. ഞങ്ങൾ 3 പേരും ഒരു പേരുള്ള സഭയിലാണ്. പ്രത്യേകത അതാണ്. എൻ്റെ സഭയുടെ പേര് തിരുവനന്തപുരം സഭ, പ്രദേശത്തിന്റെ സെക്രട്ടറി പാളയംകോളെ, തമിഴ്നാട്. അച്ഛനിരിക്കുന്ന സെക്രട്ടറി തിരുവനന്തപുരം സന്യാസ സംഭവം. ഞങ്ങൾ 3 പേരും ആണുങ്ങൾ 3 പേരും 3 പേരും ഈശോയുടെ തിരുവനന്തപുരം സഭയിലാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് ധാരാളം പറയാനുള്ള സമയമായിട്ട് ഞാൻ നിർത്തുകയാണ്. ഒത്തിരി പറഞ്ഞുകൊണ്ട് എല്ലാവരും വിശപ്പ്. അതുകൊണ്ട് ഞാൻ ചുരുക്കമായിട്ട് നിർത്തുകയാണ്. നമ്മുടെ അച്ഛൻ ഈ ഇടവയ്ക്ക് കിട്ടിയത്, അതായത് ഇടവകയിലെ വൈദികനായത് ഇടവക്കാർക്ക് മാത്രമല്ല, നമ്മുടെ കത്തോലിക്കാ തിരുസഭയ്ക്കും നമ്മുടെ കോട്ടയം രൂപതയ്ക്കും വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവ അനുഗ്രഹമാണ് നമ്മുടെ രൂപതയ്ക്ക്. അത് മാത്രമല്ല നമ്മുടെ തിരുവനന്തപുരത്തിന് ആശ്രമത്തിനും ഇതൊരു വളരെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. അതിനുശേഷം നമ്മുടെ പഴയ വികാരിയച്ഛന്മാർ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം വരുന്ന കാലത്ത് ലീവിനൊക്കെ വരുമ്പോൾ
ബസ്സില്ല, നടന്നു വരണം, ലൈറ്റില്ല. ഈ അച്ഛന്മാരൊക്കെ ഇവിടെ മെഴുതിരി കത്തിച്ചുകൊണ്ടാണ് ജീവിച്ചത്. അവര് മണ്ണെണ്ണ വിളക്കിലും മെഴുതിരിയിലും ജീവിച്ചവരാണ് പഴയ വികാരി അച്ഛന്മാർ. അവരുടെ പരിശ്രമം കൊണ്ടാണ്, അവരുടെ പ്രാർത്ഥന കൊണ്ടാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഈ ഒരു അച്ഛൻ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പഴയ വികാരി അച്ഛന്മാർക്ക് ഞാൻ നന്ദി പറയുന്നു. ഇടവകക്കാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അച്ഛന് മംഗളങ്ങളെ ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും അച്ഛനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം തന്ന വികാരി അച്ഛന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. അടുത്ത ആശംസകൾ നേരുന്നതിന് ഇടവകയുടെ പ്രതിനിധിയായ കന്നത്തിലെ സ്വയം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നവവൈദികൻ ജോണച്ച, വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ലോകരക്ഷകനായ ഈശോയുടെ പിറവി തിരുനാൾ ആഘോഷിച്ച നാം പുതുവർഷ പിറവിക്കായി കാത്തിരിക്കുകയാണ്. ഇങ്ങനെ പിറവിയുടെ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഇരട്ടി മധുരമായി നമ്മുടെ ഇടവകയിൽ നിന്ന് ഒരു വൈദികൻ പിറവി കൊണ്ടിരിക്കുകയാണ്. പിറന്നാൾ എന്നാൽ എന്താണ്? ഈ ചോദ്യം BBC ന്യൂസ് ലോകത്തിലെ VIP നേതാക്കളോടൊക്കെ ചോദിച്ചു. ഇതിലേറ്റവും മനോഹരമായ ഉത്തരം നൽകിയത് നമ്മുടെ പ്രിയങ്കരനായ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. നീ കരയുന്നത് കണ്ട് നിന്റെ അമ്മ ചിരിച്ച ജീവിതത്തിലെ ഒരേ ഒരു ദിവസം, ഒരു കുഞ്ഞിന്റെ ജീവതാളമായ ആദ്യസ്വരം കരച്ചിലായി പുറത്തു വന്നപ്പോൾ സന്തോഷിച്ച അമ്മയെ പോലെ ഇന്ന് ഈ ഇടവകയും വളരെയധികം സന്തോഷിക്കുകയാണ്. കാരണം ദൈവം തന്റെ അഭിഷിക്തനെ ഇടവകയിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇടവകയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ്. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർത്തു. ഇതാ സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായ ദൈവം ഒരു വൈദികനെ നൽകിക്കൊണ്ട് നമ്മുടെ ഇടവകയെ ധന്യമാക്കിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ജിനോച്ചനെ ഈ വഴിത്താരിലേക്ക് നയിച്ച ജിനോച്ചന്റെ മാതാപിതാക്കളെ ഞങ്ങൾ പ്രത്യേകമായി അനുസ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇടവകയിൽ സേവനം അനുഷ്ഠിച്ച് കടന്നുപോയ എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഞങ്ങൾക്കെന്നും അനുഗ്രഹ ആശംസകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അഭിവന്ദരായ പിതാക്കന്മാരെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. എന്നും വിശുദ്ധ കുർബാനയെ അർപ്പിച്ചുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ജീവിതം മാറ്റിവെച്ച ജിനോച്ചന് സഭയ്ക്കും സമൂഹത്തിനും ധാരാളം സംഭാവനകൾ നൽകുവാൻ കഴിയുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഫാദർ പിയോ പറയുന്നു, അനേകായിരം വർഷം ലൗകികമായ യശസ്സിൽ ആനന്ദം കൊണ്ട് കഴിയുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് 1 മണിക്കൂർ ദിവ്യകാരുണ്യത്തിലെ യേശുവുമൊത്തുള്ള മധുര സഹനത്തിൽ കഴിയുന്നത്. എന്നും യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും കൈകളിൽ ഏന്തുന്ന അച്ഛന് ആത്മീയ ആനന്ദം ലഭിക്കട്ടെ. ഇസ്രായേൽ ജനതയെ നയിക്കുവാൻ ദൈവം മോശയെ ശക്തിപ്പെടുത്തിയതുപോലെ ജീവിതത്തിന്റെ ഏത് ബലഹീനമായ സാഹചര്യങ്ങളിലും അച്ഛനെ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഭാവി ജീവിതത്തിന്റെ എല്ലാ മംഗളങ്ങളും ഈ ഇടവകയുടെ പേരിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇടവകയുടെ ഉപകാരം സമർപ്പിക്കുന്നതിന് ഇടവകയുടെ കൈക്കാരനെയും പിതൃവേദിയുടെ പ്രസിഡന്റ്, KCWയുടെ പ്രസിഡന്റ്, KCIയുടെ പ്രസിഡന്റ്, മിഷൻ ലീഗിന്റെ പ്രസിഡന്റ്, ഓൾട്ടർ സംഘത്തിന്റെ പ്രസിഡന്റ്, മാസ്റ്ററിന്റെ അംഗങ്ങൾ, വിൻസെന്റ് ഫോളിന്റെ അംഗങ്ങൾ എന്നിവരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ സമയത്ത് ഉപകാരം കൊടുക്കാൻ ശ്രമിക്കുന്നു. പുതുകാട്ടി കുടുംബത്തിൽ നിന്നും ഒരു പെണ്ണ് വെട്ടത്തിരണ്ടത്തിൽ കെട്ടിച്ചു. അവിടെ ഒരു വൈദികൻ ഉണ്ടായി. ആ വൈദികൻ വയസ്സനായി. അപ്പം എന്റെ കിരീടം എന്റെ അന്നത്തിനോട് കൊടുക്കുന്നു. സന്തോഷത്തോടു കൂടി ദൈവം അനുഗ്രഹിക്കും. മറുപടി പ്രസംഗത്തിനായി
മറുപടി പ്രസംഗത്തിനായി ഫാദർ ജോൺ മുതുകാട്ടിലെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം തലപ്പൂട്ടിയച്ച ചാക്കോബ്രദറെ, വികാരിയച്ച കനക ചേട്ടായി, സ്നേഹം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ബന്ധുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് നിൽക്കുന്നത്. എൻ്റെ സന്തോഷം എന്തേലുമുണ്ടെന്ന് പറഞ്ഞറിയിക്കുവാൻ എനിക്കിന്ന് വാക്കുകളില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര വലിയൊരു ദാനമാണ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. സന്തോഷത്തോടൊപ്പം ഒത്തിരിയേറെ നന്ദിയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട മാർ ജോസഫ് പണ്ടാരസിൻ്റെ പിതാവിനെ നന്ദിയോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട സുപ്പീരിയർ അച്ഛനെ, അതുപോലെ നമ്മുടെ മുൻ വികാരിമാര്, ഇന്ന് സഹകാരകരായിരുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് വെട്ടത്തച്ഛൻ, ജ്യേഷ്ഠ വൈദികര്, സമർപ്പിതര്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച ഒത്തിരിയേറെ പേരുണ്ട്. ഇവിടെ പൂവയ്ക്കാനായിട്ട് സഹായിച്ചത്, പൂവച്ചി പള്ളി മനോഹരമായിട്ട് അലങ്കരിച്ചത് എനിക്ക് ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരായ ഈ ഇടവകയിലെ എൻ്റെ സ്വന്തം സിസ്റ്റേഴ്സാണ്. അതുപോലെ തന്നെ ഇന്ന് ഗാനം ആലപിച്ചത് എൻ്റെ അനിയനും അവൻ്റെ സുഹൃത്തുക്കളുമാണ്. അതുപോലെ തന്നെ ഇന്ന് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ കുടുംബക്കാർ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട എൻ്റെ കൊച്ചു ഇടവക സമൂഹമാണ്. എനിക്ക് എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് നന്ദി പറയണമെന്ന് ഒത്തിരിയേറെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കറിയാം സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ നിർത്തുകയാണ്. എല്ലാവരെയും ഏറെ നിറഞ്ഞ ഹൃദയത്തോടുകൂടി, ഏറെ തൃപ്തമായ ഹൃദയത്തോടുകൂടി ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തെയും അവർ മനോഹരമായിട്ട് ചെയ്ത് അവരെ മുന്നോട്ട് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ പഠിച്ച സെമിനാരിയിൽ നിന്നും, ഫ്ലോറൻസ് സെമിനാരിയിൽ നിന്നും, ഞാനായിരിക്കുന്ന രൂപതയിൽ നിന്നും 2 ബഹുമാനപ്പെട്ട വൈദികർ ഈ പട്ടത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. റിംഗ്രാസിയോ Don Fabio Marella e Don Antonio Scolesi, perché voi siete venuti da lontano per salutarmi, per aiutarmi. Grazie mille. Anche ringrazio Vescovo Guglielmo e Vescovo Rongari e Diocesi di Tiziano Supano Orbetello e Seminario Firenze e tutti i preti, Rettore e tutti i preti, tutti i seminaristi. Grazie mille. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് എനിക്ക് വ്യക്തിപരമായിട്ട് അത് നിങ്ങളുടെ മുൻപിൽ വെച്ച് നന്ദി പറയണമെന്ന് ഒരാഗ്രഹമുണ്ട്. അത് മറ്റാരുമല്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വികാരി അച്ഛനാണ്. ഞങ്ങൾ സെമിനാരിയിൽ അച്ഛൻ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. ഞാൻ മൈനർ സെമിനാരിയിൽ ഫസ്റ്റ് ഇയർ വരുമ്പോൾ എൻ്റെ ചേട്ടനായിട്ട് 3rd ഇയറിലുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഫിലോസഫിക്ക് വടവാതൂർ സെമിനാരിയിൽ പോയപ്പോൾ അവിടെയും എൻ്റെ ചേട്ടനായി ഉണ്ടായിരുന്നു. പിന്നീട് ഇന്ന് ഈ പട്ടത്തിന് തിരുക്രമങ്ങൾ നടത്തുവാനായിട്ട് സർവേശ്വരൻ ആ ചേട്ടനെ തന്നെ ഈ ദേവാലയത്തിലേക്ക് അയച്ചു. നമുക്കറിയാം ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തുമ്പോൾ അവിടെ അത് നയിക്കുവാനായിട്ട് നല്ല ഒരു ഓർഗനൈസറെ ആവശ്യമാണ്. എന്നെ ഏറെ സ്നേഹിക്കുന്ന, എൻ്റെ സമൂഹത്തിലെ അംഗമായ, എന്നെ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ കാണുന്ന ഒരു നല്ലവനായ ചേട്ടനെ എനിക്ക് സർവേശ്വരൻ തന്നു. അത് മറ്റാരുമല്ല, എൻ്റെ പൊന്നു വികാരിച്ച് അച്ഛനെ ഞാൻ ഏറെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. അച്ഛൻ ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. അവസാനമായി നിങ്ങളോട് ഞാനൊരു ചെറിയ കാര്യം അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ ഒരു 5 വയസ്സായ ബാലനും അവൻ്റെ പിതാവും കൂടി ഉത്സവം കാണുവാനായിട്ട് പോയി. ഉത്സവപ്പറമ്പ് നമുക്കറിയാം ഒത്തിരിയേറെ ജനങ്ങൾ തിക്കി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ എത്തിയപ്പോൾ ആ പിതാവ് ആ കുഞ്ഞു മകന് ഊഹിക്കാനാകത്തില്ലാത്ത ഒരു വലിയ സംഖ്യ പണം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മകനെ, നീ ഇത് ഇഷ്ടം പോലെ ചിലവാക്കിക്കൊണ്ട് ഈ ഉത്സവം ആഘോഷിച്ചുകൊള്ളുക. ആ മകൻ തൻ്റെ കിട്ടിയ പണവും മുഴുവനുമായി ആ ഉത്സവ പറമ്പിലൂടെ അങ്ങിങ്ങോടി നടന്നു.
അവൻ കണ്ണിൽ കണ്ടതൊക്കെ വാരിക്കൂട്ടി വാങ്ങിച്ചു കൂട്ടി ഒത്തിരിയേറെ കടകളിൽ നിന്ന് മധുരപലഹാരങ്ങളും കളിപ്പ് കോപ്പുകളൊക്കെ വാങ്ങിക്കൂട്ടി. കാരണം അവൻ്റെ കയ്യിലിരിക്കുന്ന പണം എത്ര മൂല്യമുള്ളതാണെന്ന് അറിയത്തില്ലായിരുന്നു. അവൻ അതിൻ്റെ മൂല്യമറിയാതെ വെപ്രാളപ്പെട്ട് നടന്നു. സ്നേഹം നിറഞ്ഞ വൈദികരെ, സന്യാസികളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ദൈവമായ പിതാവ് എനിക്ക് തന്ന ഒരു വലിയ ദാനം, എത്ര വലിയ മഹത്വമുള്ള ദാനമാണെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു വലിയ ദാനവും സ്വീകരിച്ചിട്ട് ഈ പിഞ്ചു കുഞ്ഞിനെ പോലെ വെപ്രാളപ്പെട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ദൈവം തന്ന ഈ മഹാദാനത്തെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ആ മഹാദാനത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിനും ദൈവത്തിൻ്റെ ജനത്തിനും ഇഷ്ടപ്പെട്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നുമെന്നും എന്നെ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾക്കും ഇവിടെ വന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തതിന് എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വചനദൂതുമായി പോകുവിൻ, ലോകസീമകൾ തേടി ഇന്നു നീ. യേശുവിൻ്റെ പ്രേക്ഷിത ഈ ദിനം നേർന്നിടാം ഭാവുകം നിനക്കു ഞങ്ങൾ. വചനദൂതുമായി പോകുവിൻ, ലോകസീമകൾ തേടി ഇന്നു നീ. യേശുവിൻ്റെ പ്രേക്ഷിത ഈ ദിനം നേർന്നിടാം ഭാവുകം നിനക്കു ഞങ്ങൾ. ശിരസിലിന്നു വീണ തൈലവും നിന്റെ ഹൃത്തിലായി പതിഞ്ഞ മുദ്രയും. നിൻ ശിരസിലിന്നു വീണ തൈലവും നിന്റെ ഹൃത്തിലായി പതിഞ്ഞ മുദ്രയും. ദൈവദത്തമാണതെന്നും ഓർക്കുവിൻ, ധീരമായി മുന്നോട്ടു നീങ്ങുവിൻ. ദൈവദത്തമാണതെന്നും ഓർക്കുവിൻ, ധീരമായി മുന്നോട്ടു നീങ്ങുവിൻ. വചനദൂതുമായി പോകുവിൻ, ലോകസീമകൾ തേടി ഇന്നു നീ. യേശുവിൻ്റെ പ്രേക്ഷിത ഈ ദിനം നേർന്നിടാം ഭാവുകം നിനക്കു ഞങ്ങൾ. അജഗണത്തെ ഇടയനായി നയിക്കുവിൻ, നിൻ ജനത്തെ നൽവഴി നടത്തുവിൻ. അജഗണത്തെ ഇടയനായി നയിക്കുവിൻ, നിൻ ജനത്തെ നൽവഴി നടത്തുവിൻ. ത്യാഗമായി സമസ്തവും കാണുവിൻ, ദാനമായി സർവ്വതും നൽകുവിൻ. ത്യാഗമായി സമസ്തവും കാണുവിൻ, ദാനമായി സർവ്വതും നൽകുവിൻ. വചനദൂതുമായി പോകുവിൻ, ലോകസീമകൾ തേടി ഇന്നു നീ. യേശുവിൻ്റെ പ്രേക്ഷിത ഈ ദിനം നേർന്നിടാം
ഭാവുകം നിനക്കു ഞങ്ങൾ. വചനദൂതുമായി പോകുവിൻ, ലോകസീമകൾ തേടി ഇന്നു നീ. യേശുവിന്റെ പ്രേഷിത ഈ ദിനം നേർന്നിടാം ഭാവുകം നിനക്കു ഞങ്ങൾ. ഇടയനമേശുവിനജഗണമേ, ഇഹത്തിലെ സന്ദേശവാഹകരെ, മേവുക നിങ്ങൾ പാരിതിലെങ്ങും സ്നേഹത്തിൻ പുതിയൊരു ഗണമായി. ഇടയനമേശുവിനജഗണമേ, ഇഹത്തിലെ സന്ദേശവാഹകരെ, മേവുക നിങ്ങൾ പാരിതിലെങ്ങും സ്നേഹത്തിൻ പുതിയൊരു ഗണമായി. ഭയമോ തെല്ലും വേണ്ടിനിയും നല്ലിടയനേശു കൂടെയുണ്ട്. സഹനത്തിൻ മുള്ളുകൾക്കിടയിൽ നിന്നെ അവൻ കോരിയെടുക്കും. അവനെന്നും നല്ലിടയൻ, അവനാണ് ലോകനാഥൻ. അവനെന്നും നല്ലിടയൻ, അവനാണ് ലോകനാഥൻ. ഇടയനമേശുവിനജഗണമേ, ഇഹത്തിലെ സന്ദേശവാഹകരെ, മേവുക നിങ്ങൾ പാരിതിലെങ്ങും സ്നേഹത്തിൻ പുതിയൊരു ഗണമായി. പരുപ്പച്ചയൊന്നും തേടേണ്ട, നിത്യജീവനെന്നും അവനല്ലോ. പശിയകറ്റിയിടാൻ ദാഹം തീർക്കാൻ നിന്നോടു കൂടെ വസിക്കും. അവനെന്നും നല്ലിടയൻ, അവനാണ് ലോകനാഥൻ. അവനെന്നും നല്ലിടയൻ, അവനാണ് ലോകനാഥൻ. ഇടയനമേശുവിനജഗണമേ, ഇഹത്തിലെ സന്ദേശവാഹകരെ, മേവുക നിങ്ങൾ പാരിതിലെങ്ങും സ്നേഹത്തിൻ പുതിയൊരു ഗണമായി. ഇടയനമേശുവിനജഗണമേ, ഇഹത്തിലെ സന്ദേശവാഹകരെ, മേവുക നിങ്ങൾ പാരിതിലെങ്ങും സ്നേഹത്തിൻ പുതിയൊരു ഗണമായി. മാണിക്യക്കല്ലായി
സ്വന്തമാക്കി നീ. ആയിരത്തിൽ പാപി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. മാനവനായി മോചകനായി മാനവക്ലേശം നീക്കാൻ. മാനവനായി മോചകനായി മാനവക്ലേശം നീക്കാൻ. നിണനീരുകൾ ചിന്തി തിരുജീവൻ ഏകി സുരലോകം പൂകാൻ വരദാനം നൽകി. സുരലോകം പൂകാൻ വരദാനം നൽകി. മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. മനസ്സിനുള്ളിൽ മോഹനരൂപം കാണാം. വാഴുന്നവൻ മനസ്സിനുള്ളിൽ മോഹനരൂപം കാണാം. തിരുവീഥികൾ തേടാം, അപരാധം വെടിയാം. അഭിഷേകം നേടി അപദാനം പാടാം. അഭിഷേകം നേടി അപദാനം പാടാം. മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. പാതിടത്തിൽ പാപി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. പാതിടത്തിൽ പാപി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. ദുഃഖിതരേ പീഡിതരേ വരുവിൻ വചന വഴിയേ. നിന്ദിതരേ നിരാശ്രയരേ വരുവിൻ വചന വഴിയേ. മോദം പകരും വചനം, മോചനമേകും വചനം, അഭയം നൽകും വചനം, ആശ്രയമേകും വചനം. ദുഃഖിതരേ പീഡിതരേ വരുവിൻ വചന വഴിയേ. നിന്ദിതരേ
ദുഃഖിതരേ നിരാശ്രയരേ വരുവിൻ വചന വഴിയേ. ഒരു നാളും നീ മറന്നിടല്ലേ വചനം തിരുവചനം. അകലാതിനിയും ഈ വഴി പോകാം സ്വർഗം പൂകിടാം. ഒരു നാളും നീ മറന്നിടല്ലേ വചനം തിരുവചനം. അകലാതിനിയും ഈ വഴി പോകാം സ്വർഗം പൂകിടാം. അതുവഴി നമുക്ക് സ്വർഗപിതാവിൻ അരുകിലിടം തേടാം. എത്ര മധുരം സുന്ദരം തിരുവചനം ജീവനിൽ. ദുഃഖിതരേ പീഡിതരേ വരുവിൻ വചന വഴിയേ. നിന്ദിതരേ നിരാശ്രയരേ വരുവിൻ വചന വഴിയേ. ജീവൻ ഭൂവിൽ തളിർത്തിടാനായി നിറയൂ വചനത്താൽ. തളരാതിനിയും നീങ്ങാനാകും നിത്യം ഈ മണ്ണിൽ. ജീവൻ ഭൂവിൽ തളിർത്തിടാനായി നിറയൂ വചനത്താൽ. തളരാതിനിയും നീങ്ങാനാകും നിത്യം ഈ മണ്ണിൽ. അതുവഴി മനസ്സിൽ നന്മകൾ വിരിയും എന്നും സ്നേഹിതരേ. എത്ര മധുരം സുന്ദരം തിരുവചനം ജീവനിൽ. ദുഃഖിതരേ പീഡിതരേ വരുവിൻ വചന വഴിയേ. നിന്ദിതരേ നിരാശ്രയരേ വരുവിൻ വചന വഴിയേ. മോദം പകരും വചനം മോചനമേകും വചനം. അഭയം നൽകും വചനം ആശ്രയമേകും വചനം. ദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. നിത്യപുരോഹിതനീശോയേ നിന്റെ പുരോഹിത ദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ.
ചൂടട്ടെ. ശുശ്രൂഷയ്ക്കായി നീതിച്ച ജന്മം വിൺമുടി ചൂടട്ടെ. നിത്യപുരോഹിതനീശോയേ, നിന്റെ പുരോഹിതദാസരനെ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലനായി കാക്കണമേ. നിത്യപുരോഹിതനീശോയേ, നിന്റെ പുരോഹിതദാസരനെ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലനായി കാക്കണമേ. പുത്തുവീരിച്ചവർ കപ്പൽ കയറി മലനാടു നോക്കി പുറപ്പെട്ടാരേ. കൊടുങ്ങല്ലൂരങ്ങീകെ വന്നിറങ്ങി കൊച്ചിയിലാഴി മുഖം കണ്ടവാറേ. ഈരേഴു നാലു വെടിയും വെടിവെച്ചു ഗോപുരം കേറുന്നപ്പോ ശിപ്പായിമാരവർ വെടികൊള്ളുന്നു, സന്തുക്കളൊക്കെ തളരുന്നയ്യോ. കൊള്ളിത്തണ്ടിന്മേൽ കൊടിയും കുത്തി തണ്ടിലും മീതെയ രാജവന്മൻ. ചെമ്പകശ്ശേരിയും കൂടെയുണ്ട്, വെട്ടത്തു മന്നരും കൂടെയുണ്ട്. യൗസേപ്പെഴുന്നള്ളുന്നു, കത്തങ്ങൾ നാലാരരികയുണ്ട്. ശെമ്മാശന്മാരവർ പലരുമുണ്ട്, ശിപ്പായിമാരവർ അരികെയുണ്ട്. സൊമ്മൻകീനാനവൻ കൂടെയുണ്ട്, വന്നു കടിലാസു വാങ്ങിക്കൊണ്ട്. കാലത്തു നിങ്ങളെ വിളിച്ചെന്ന് കൈക്കു പിടിച്ചു കരയിറക്കി. കലകം പോതിഞ്ഞൊരു പള്ളിത്തണ്ട് തണ്ടുകരേറിയിരുന്നു കൊണ്ട്. ഘോഷത്തോടെ ചെന്നു കോട്ടപൂക്ക്, കോട്ടയിൽ മന്നൻ തിരുനാൾ കാണും. കരുണ തന്നൾത്താരയിൽ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തന്നറയിൽ മോഹങ്ങൾ
തിരി തെളിച്ചു. കാറ്റിൽ കെടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കെടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തന്നൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. പൊടിമഞ്ഞുപോലെൻ്റെ കൂടാരവാതിൽ കണി കണ്ടു നിന്നെ ഞാൻ കണ്ണിറയെ. പൊടിമഞ്ഞുപോലെൻ്റെ കൂടാരവാതിൽ കണി കണ്ടു നിന്നെ ഞാൻ കണ്ണിറയെ. വിശപ്പിൻ്റെ നോവിനാൽ വിളിച്ചു കരയുമ്പോൾ വിളിപ്പാടകലയായി നീയില്ലയോ. എൻ്റെ വിശപ്പിൻ്റെ നോവതിൽ അപ്പമാകാം. കരുണ തന്നൾത്താരയിൽ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തന്നൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കെടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കെടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തന്നൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. തിരുവോസ്തിയായെൻ്റെ മൺകൂടിനുള്ളിൽ അലിയുന്നു നാഥൻ കാരുണ്യമായി. തിരുവോസ്തിയായെൻ്റെ മൺകൂടിനുള്ളിൽ അലിയുന്നു നാഥൻ കാരുണ്യമായി. വിശപ്പിൻ്റെ നോവിനാൽ വിളിച്ചു കരയുമ്പോൾ വിളിപ്പാടകലയായി ഞാനുണ്ടാവാൻ എൻ്റെ സോദര നോവതിൽ അപ്പമാകാൻ. കരുണ തന്നൾത്താരയിൽ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തന്നൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കെടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കെടാതെ
തിരുസന്നിധി ഞാൻ നിൽക്കുന്നു നാഥ, ബലിയാകുവാനും ബലിയേകുവാനും തിരുസന്നിധി ഞാൻ നിൽക്കുന്നു നാഥ. എന്നുടെ ഹൃദയമമൾ താര നിന്നുടെ തൃക്കൈയിൽ കാഴ്ചയായി നൽകിടുന്നു. എന്നുടെ ഹൃദയമമൾ താര നിന്നുടെ തൃക്കൈയിൽ കാഴ്ചയായി നൽകിടുന്നു. ബലിയാകുവാനും ബലിയേകുവാനും തിരുസന്നിധി ഞാൻ നിൽക്കുന്നു നാഥ. തലമുറ
പള്ളിക്കുള്ള സ്ഥലം കണ്ടിടുവാൻ ഇട്ടു പച്ചലുറക്കത്ത് വെള്ളയുടുപ്പ് ധരിച്ചൊരു സകലക്കാട്ടിയ സ്വപ്നവും ബോധിടാം. നവവൈദികനായി ഈ ഭവനത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന ദിനേശനെ നമ്മളെല്ലാവരും കൂടി ഈ ഭവനത്തിൽ സ്വീകരിച്ചു. ഇനി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു കേക്ക് മുറിച്ച് ഇപ്പോൾ മധുരം പങ്കുവെക്കുന്നതാണ്. കേക്ക് മുറിച്ചോട്ടെ. കേക്ക് മുറിച്ചോട്ടെ. കേക്ക് മുറിച്ചോട്ടെ. ഒന്നിച്ചൊന്നായി ക്നാനായി സിംഫണി മേളങ്ങൾ ഈ ക്നാനായി സിംഫണി മേളങ്ങൾ ഓരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചീനാം ഓരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചീനാം മാമലയോടും പടവെട്ടി മണ്ണിൽ കനകം വിളയിച്ച് കുടിയേറ്റത്തിൻ മക്കളിതാ ഈ ജ്ഞാനായക്കാർ ഞങ്ങളിതാ ഈ ജ്ഞാനായക്കാർ ഞങ്ങളിതാ ഓരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചീനാം ഓരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചീനാം കാലത്തിൻ ഗതി മാറട്ടെ കാലാവസ്ഥകൾ മാറട്ടെ നമ്മുടെ പൈതൃക സംസ്കാരത്തിൽ അടിപതറാതെ മുന്നേറാം അടിപതറാതെ മുന്നേറാം. ഇന്നത്തെ നമ്മുടെ തിരുകർമ്മങ്ങളെല്ലാം നല്ലതാക്കി ഭവിക്കുക നല്ല തമ്പുരാൻ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവീശും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ ഓരോരുത്തരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഓരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചീനാം ഓരുമോ